അടുത്തൊരു അടിപൊളി സാധനം ബയോട്ട് സാവേഴ്സ് ലോ. ഒന്നുമില്ല, നമുക്കൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി എടുക്കാം. ദാ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയാണ്. ഇതൊരു കമ്പി. ഈ കമ്പി കൂടെ നിങ്ങൾ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. ഒരു കമ്പി കൂടെ കറണ്ട് പാസ് ചെയ്താൽ കമ്പിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ ഈ കമ്പിയിലെ ഒരു കുഞ്ഞ് പാർട്ട് മാത്രം എടുക്കുക, കുഞ്ഞ് എലിമെന്റ് എടുക്കുക. ഇതിന്റെ ലെങ്ത് ഡി എൽ ആണ്. അപ്പൊ ഈ ഡി എൽ എന്ന് പറയുന്ന എലിമെന്റ് വഴി ഇപ്പൊ പോകുന്ന കറണ്ട് എത്രയാണ്? ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് എലിമെന്റിന് ചുറ്റും ഒരു കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ആ കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡിനെ, വലിയ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഞാൻ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും, കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഞാൻ ഡി ബി എന്ന് റെപ്രസെന്റ് ചെയ്യും. വലിയ പട്ടിയാണെങ്കിൽ ഞാൻ പട്ടി എന്ന് പറയും, ചെറിയ പട്ടിയാണെങ്കിൽ ഡി പട്ടി എന്ന് പറയും. ഇതൊന്നും തീപ്പട്ടിയല്ല, ഡി പട്ടി. അപ്പൊ നോക്കൂ, അപ്പൊ എന്താണ്? കമ്പിയുടെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ബി എന്ന് വിളിക്കും. ഇനി കുഞ്ഞ് എലിമെന്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഡി ബി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഡി ബി. അപ്പൊ നോക്കൂ, ഈ കുഞ്ഞ് എലിമെന്റിന് ചുറ്റും ഒരു കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഈ എലിമെന്റിന്റെ ലെങ്ത് എത്രയാ? ഡി എൽ ആണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, പോയിന്റിന്റെ പേരാണ് പി. ഈ എലിമെന്റിനെ ആ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യാം. ഈ ഡിസ്റ്റൻസ് ആർ ആണെന്നിരിക്കട്ടെ, ഓക്കെ. ഇനി ഈ എലിമെന്റിനും നമ്മളിപ്പോൾ വരച്ച ഈ ലൈനിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ആ പിയിൽ ഒരു കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സംശയമുണ്ടോ? ഇതൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയാണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയിലെ ഒരു കുഞ്ഞ് എലിമെന്റ് ആണ് ഡി എൽ. അതിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ പിയിൽ ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഒരു കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഡി ബി എന്ന് വിളിച്ചോട്ടെ. അപ്പൊ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ്, ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് ഈ കറണ്ടിന്. എലിമെന്റിൽ കൂടെ നിങ്ങൾ കയറ്റിവിട്ട കറണ്ട് എത്രയാ? ഐ അല്ലേ? അപ്പോ ഈ പോയിന്റിൽ ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഒരു കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് ഈ എലിമെന്റിൽ കൂടെ നിങ്ങൾ കയറ്റിവിട്ട കറണ്ടിന്. ഇനി ആ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് ഈ എലിമെന്റിന്റെ ലെങ്തിന്. അടുത്ത് കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഈ ആംഗിളിന്റെ സൈൻ, അപ്പൊ സൈൻ തീറ്റയ്ക്ക്. ഇനി ഇവിടെ കുഞ്ഞ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ബയോട്ട് സാവേഴ്സ് ലോ. ഒന്നുമില്ല, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു എലിമെന്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ എലിമെന്റിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ് പി. ഈ എലിമെന്റ് കാരണം ഒരു കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഡി ബി എന്ന് ഞാൻ വിളിക്കുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് ഈ എലിമെന്റിൽ കൂടെ കയറി പോകുന്ന കറണ്ടിന്. ഈ കുഞ്ഞ് എലിമെന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് എലിമെന്റിന്റെ ലെങ്തിന്. ഇനി ഈ എലിമെന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് സൈൻ തീറ്റയ്ക്ക്. ഈ എലിമെന്റ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആണ് ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ബയോട്ട് സാവേഴ്സ് ലോ. സോ ഷാൽ ഐ എക്സ്പ്ലെയിൻ? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലിമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദ കറന്റ്, ലെങ്ത് ഓഫ് ദ എലിമെന്റ്, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എലിമെന്റ് and line joining element to point, and inversely proportional to square of distance between element and point. This law is known as ബയോട്ട് സാവേഴ്സ് ലോ. ഒന്നും പറഞ്ഞില്ലല്ലോ, സിമ്പിൾ കേസ് ആണ് പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലിമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് കറന്റ്, ലെങ്ത് ഓഫ് ദ എലിമെന്റ്, സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ എലിമെന്റ് ആൻഡ് ലൈൻ ജോയിനിങ് എലിമെന്റ് ടു പോയിന്റ്, and inversely proportional to square of distance between element and point. This is known as ബയോട്ട് സാവേഴ്സ് ലോ. അപ്പൊ ഞാൻ ഇതിനെല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. അപ്പൊ എന്തായി? ഡി ബി പ്രപ്പോർഷണൽ ടു എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുകയാണ്. ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ കമ്പൈൻ ചെയ്തേ. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റന്റ് ഇടാമല്ലോ. അപ്പൊ ഡി ബി ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ഇടാം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ആണ് μ0/4π. എന്തോന്നാണ്? μ0/4π. ഇനി ബാക്കി ഐഡിയൽ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ. ഇവിടെ μ0യുടെ പേരാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്തോന്നാണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്.
പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പെർമിറ്റിവിറ്റി പഠിച്ചില്ലേ? അതിന് ഇക്വലന്റ് ആണ് ഏത്? പെർമിയബിലിറ്റി. അപ്പോ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ് μ0. അപ്പൊ മാഗ്നറ്റിസത്തിൽ പെർമിയബിലിറ്റിക്ക് പകരം, അവിടുത്തെ പെർമിറ്റിവിറ്റിക്ക് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് പെർമിയബിലിറ്റി. അപ്പൊ μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്. അത്രയും ന്യൂട്ടൺ പെർ ആംബിയർ സ്ക്വയർ, അല്ലെങ്കിൽ വേറെ യൂണിറ്റ് ആണ് ടെസ്ല മീറ്റർ പെർ ആംബിയർ, അല്ലെങ്കിൽ ഹെൻറി പെർ മീറ്റർ എന്ന് പറയും. അപ്പൊ ഈ 3 യൂണിറ്റും പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? μ0യുടെ വാല്യൂ എത്ര? 4π × 10⁻⁷ ന്യൂട്ടൺ പെർ ആംബിയർ സ്ക്വയർ, ഓർ ടെസ്ല മീറ്റർ പെർ ആംബിയർ, ഓർ വേറെ യൂണിറ്റ് ഏതാണ്? ഹെൻറി പെർ മീറ്റർ. അപ്പൊ ഇത്രയാണ് ഏത് ലോയിൽ പറയുന്നത്? ബയോട്ട് സാവേഴ്സ് ലോ. വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയുടെ ചുറ്റും എന്തുണ്ടാവും? ഒരു തടിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു കൊച്ചു പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചു പാർട്ടിന് ചുറ്റും ഒരു കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയാണ് ഇപ്പൊ പറഞ്ഞത്. എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ എലിമെന്റ് ഓഫ് എ current carrying conductor is directly proportional to strength of current, length of the element, sine of the angle between element and line joining element to point, and inversely proportional to square of distance between element and point. Okay, then on combining, say dB proportional to ideal sin theta divided by r square. What is a constant there? μ0 by 4π. What is μ0? μ0 is permeability of free space. What is it? Permeability of free space. In electrostatics, you have studied about permittivity. So in magnetism, we consider a quantity called permeability. Am I right? So what is μ0? It is permeability of free space. What is the answer of μ0? 4π × 10⁻⁷ Newton per ampere square. Give another unit. Tesla meter per ampere. Give another unit. Henry per meter. So from the beginning, tell me what is Biot-Savart's law. What is the use of Biot-Savart's law? Biot-Savart's law is used to find out the magnetic field at a point due to a small element of current carrying conductor. So you consider a current carrying conductor, then you take a small element of it. What is the name of the element? DL. Then what is the current through the element? It is I. Then consider a point near it. What is the name of the point? P. What is the distance to the point? R. Then this is the DL, this is R. Angle between these two is theta. Then due to this small element, due to this small current element, there will be a small magnetic field at P that will be proportional to the current, that will be proportional to the length of the element, that will be proportional to the sine of this angle, and it will be inversely proportional to square of this distance. So this law is known as Biot-Savart's law. So magnetic field at a point due to a small element of a current carrying conductor is directly proportional to strength of current, length of the element, sine of the angle between element and line joining element to point, and inversely proportional to square of distance between element and point. This is called Biot-Savart's law. So by combining, you can write dB proportional to ideal sin theta divided by r square. So what is the constant here? μ0 by 4π. What is μ0? The permeability of free space. What is the answer of μ0? 4π × 10⁻⁷ Newton per ampere square, or Tesla meter per ampere, or Henry per meter. Is it clear? So this is Biot-Savart's law. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? വൃത്തിയായിട്ട് പഠിച്ചോണം. Okay.